ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കാളിയാകാനായിട്ട് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്താണ് പുതിയ നിയമ ഉടമ്പടിയുടെ പ്രാധാന്യം, പള്ളിയിൽ പോകും മുമ്പ് എന്താണ് ഈ ഉടമ്പടി, പുതിയ നിയമ ഉടമ്പടി എന്നൊന്ന് ഒരുമിച്ച് ധ്യാനിച്ച് ഒരിക്കൽ കൂടി ചിന്തിച്ച് പള്ളിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചാലോ? പുതിയ നിയമ ഉടമ്പടിയുടെ പ്രാധാന്യം. ഉടമ്പടി പുതുക്കിയോ? വിശുദ്ധ കുർബാന ഒരു ചടങ്ങോ ആചാരമോ അല്ല. യേശുവിന്റെ ജീവരക്തത്തിലൂടെ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ പ്രവർത്തനത്തിനായുള്ള എൻ്റെ പങ്കാളിത്തം ഓർമ്മിപ്പിക്കുന്നതാകണം ഓരോ വിശുദ്ധ കുർബാനയും. ഈശോ സ്വയം പറഞ്ഞില്ലേ, ലൂക്കാ സുവിശേഷം 22:20, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ക്രിസ്ത്യാനിക്ക് ഒറ്റ ഉടമ്പടിയേ ഉള്ളൂ ഇപ്പോൾ, പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ പാനപാത്രം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഈ ഉടമ്പടിയുടെ പാനപാത്രമാണ് ആചരിക്കുന്നത്. ആ ഉടമ്പടി ഞാൻ പുതുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിന്റെ ഹൃദയം അത് കൃപയിലൂടെ രക്ഷ എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ രക്തബലികൾ, മൃഗബലികൾ ആവർത്തിക്കേണ്ടിയിരുന്നു. പക്ഷെ യേശുവിന്റെ രക്തം ഒരിക്കലും മായാത്ത പൂർണ്ണ വിലയായി നൽകപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹെബ്രായർ 10:10 നമുക്ക് ഉറപ്പ് വരുന്നു. ഓരോ പ്രാവശ്യവും എന്നേക്കും വേണ്ടി, അതാണ് ഹെബ്രായർ 10:10 പറയുന്ന ഈ പുതിയ നിയമ ഉടമ്പടിയുടെ ബലി. കുർബാനയിൽ പങ്കെടുത്തുന്ന നാം ഒരു സത്യം പ്രഖ്യാപിക്കുകയാണ്. രക്ഷ എൻ്റെ നേർച്ച കാഴ്ചകളിലോ എൻ്റെ പ്രവൃത്തികളിലോ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ കൃപയാലാണ് നാം ഇത് നേടിയെടുക്കേണ്ടത്. ആ കൃപയാൽ നേടിയെടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ അത് വിശ്വാസത്തിലൂടെ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് മറക്കാതിരിക്കാം. നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന മഹത്വമുള്ള ഒരു ഓർമ്മയാണ്. 1 കൊറിന്ത്യസ് 11:24-25 നമുക്ക് ഓർമ്മയിലിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനായിട്ട് ഞാൻ കൊടുത്ത എൻ്റെ ശരീരം, നിങ്ങളുടെ വീണ്ടെടുപ്പിനായി ചൊരിഞ്ഞ എൻ്റെ രക്തം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ കുർബാന. ഇന്ന് നമ്മുടെ കുർബാന വേദികൾ പോലും എന്റർടൈൻമെന്റ് പ്രോഗ്രാമായിട്ട് മാറ്റല്ലേ. പാട്ട് ആസ്വദിച്ച് നിൽക്കല്ലേ. അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കാനുള്ള 1 മണിക്കൂറാണ് മുൻപിലുള്ളത്. ഓരോ പ്രാവശ്യവും കുർബാന എടുക്കുമ്പോൾ നാം പറയുന്നത്, യേശുവിന്റെ മരണം എനിക്ക് ജീവൻ തന്നു, യേശുവിന്റെ മുറിവുകൾ എനിക്ക് സൗഖ്യം തന്നു, യേശുവിന്റെ രക്തം നീതീകരണം വഴി നിത്യജീവിതത്തിന് എന്നെ അർഹനാക്കി. യെശയ്യാ 53:5 മറക്കാതിരിക്കാം. ദൈവത്തോടുള്ള ഒരു കമ്മ്യൂണിയനാണ് വിശുദ്ധ കുർബാനയിലെ ഓരോ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന അവസരങ്ങളും. കം ഇൻ യൂണിയൻ. കുർബാന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അതിൽ ദൈവത്തോടുള്ള ആത്മീയ സംഭാഷണവും സാന്നിധ്യവും നാം അനുഭവിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്, ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഹോളി മാസ്. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? വചനം മറക്കാതിരിക്കാം. 1 കൊറിന്തോസ് 10:16.
അത് നമ്മുടെ ആത്മാവിൽ പുതുക്കാനുള്ള, ജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും തരുന്നതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റീചാർജിങ്, നമ്മുടെ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ റീചാർജ് ചെയ്യാനുള്ള, ആത്മാവിനെ ഒന്ന് റീചാർജ് ചെയ്യാൻ, ജീവനെ ഒന്ന് റീചാർജ് ചെയ്യാനുള്ള അവസരമാണ് ഓരോ വിശുദ്ധ കുർബാനയും കർത്താവിന്റെ മേശയും. സഭയുടെ ഐക്യത്തിനുള്ള അടയാളമാണിത്. അപ്പം ഒന്നായിരിക്കുന്നതിനാൽ നാം ഒറ്റ ശരീരം എന്ന സത്യം കുർബാനയിൽ വെളിപ്പെടുന്നു. 1 കൊറിന്തോസ് 10:17 പറയുന്നു, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നിന്നാണ് നാം എല്ലാം ഭാഗഭാക്കുകളാകുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കണം, വിശുദ്ധ കുർബാന അടിപിടിയുടെ സമയത്തിനുള്ള അവസരമല്ല. ഇത് വിഭജനത്തിനുള്ളതല്ല, തമ്മിത്തല്ലാനുള്ളതല്ല, ഐക്യത്തിനുള്ള പരിശുദ്ധമായ വിളിയുടെ വേദിയാണ് വിശുദ്ധ കുർബാന. ക്രിസ്തുവിലുള്ള വാഗ്ദത്തത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ തവണയിലും കുർബാനയിൽ പങ്കെടുത്ത് നാം പ്രഖ്യാപിക്കുന്ന വിശ്വാസ സത്യം, കർത്താവ് വരുന്നത് വരെയും അവന്റെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്തിന്? എനിക്ക് പാപ പരിഹാരമുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തിന്? എനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കാൻ. അവന്റെ വരവിനായി, കർത്താവിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള സത്യം, എന്നുള്ള പ്രത്യാശ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. 1 കൊറിന്തോസ് 11:26 വായിക്കണേ. കുർബാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു മരിച്ചു ഉയർത്തു എന്ന് മാത്രമല്ല, അവൻ വേഗം തിരിച്ചു വരും എന്നുള്ള സത്യം കൂടിയാണ്. ചുരുക്കത്തിൽ നമുക്ക് ചിന്തിക്കാം, വിശുദ്ധ കുർബാന പുതിയ നിയമ ഉടമ്പടിയുടെ പൂർണ്ണ രൂപമാണ്. യേശുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. ഒരു പുതിയ ജീവിതത്തിനുള്ള വീണ്ടുമുള്ള വിളിയാണ്. കൃപയുടെ സമ്മാനമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവമാണ് തരുന്നത്. വരാൻ പോകുന്ന രാജാവിനെ കാത്തിരിക്കാനുള്ള പ്രത്യാശയോടെയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടത്. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്കായി മറ്റ് പുതിയ ഉടമ്പടികളൊന്നുമില്ലെന്ന്. ഒറ്റ ഉടമ്പടിയേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തത്തിലുള്ള ഉടമ്പടി. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ നിയമത്തിന്റെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. അങ്ങേ പുത്രന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കെടുത്ത് ജീവിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ കൃപയിൽ നടക്കുവാൻ, അവിടുത്തെ വരവിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സകലത്തിന്റെയും അധികാരിയായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ യേശുവിന്റെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും, തീർച്ച. ആമേൻ. സെറാഫുകളൊന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ മാലാ